കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് മോശമായി പെരുമാറി റാപ്പർ വേടന് വീണ്ടും നിയമക്കുരുക്ക്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സംഗീത ഗവേഷക വിദ്യാർത്ഥിനി. റാപ്പർ വേടനെതിരെ വീണ്ടും കേസ്. ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. IPC 294B, 354, 354A1 എന്നീ പോലീസ് ആക്ട് 119A എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം, അശ്ലീല പദപ്രയോഗം, സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടും വിധം ലൈംഗിക ചേഷ്ടകൾ കാട്ടിയത് എന്നിവയാണ് വേടനെതിരെയുള്ള കുറ്റങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യുവഗായിക നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. 2020 ഡിസംബറിലാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്. രണ്ടാഴ്ച മുമ്പ് വേടനെതിരെയുള്ള പരാതിയുമായി 2 യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിരുന്നു. പിന്നാലെ ആ സംഭവങ്ങൾ നടന്ന അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറുകയും ചെയ്തു. ഈ പരാതികളിൽ ഒന്നിലാണ് വേടനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ അന്വേഷണം നടക്കുകയാണ്. സംഗീത ഗവേഷകയാണ് പരാതിക്കാരി. ഗവേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരി വേടനെ ബന്ധപ്പെട്ടുവെന്നും 2020 ഡിസംബർ 20 കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് ഈ പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് കേസ്. സംഗീത ഗവേഷകയാണ് പരാതിക്കാരി. അപമാനിക്കാൻ ശ്രമിച്ച സ്ഥലത്തു നിന്നും ഈ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. നിലവിൽ പരാതിക്കാരുടെ വിശദമായ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ കേരളത്തിന് പുറത്താണുള്ളത്. മൊഴിയെടുക്കാനായി ഇവർക്ക് സൗകര്യപ്രദമായ തീയതിയോ സ്ഥലമോ അറിയിക്കണമെന്ന് സെൻട്രൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേടനെതിരെയുള്ള തൃക്കാക്കരയിലെ കേസുമായി ബന്ധപ്പെട്ട ഹർജി കോടതി പരിഗണിച്ചതിന് പിന്നാലെയാണ് പുതിയൊരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വളരെ കനത്ത വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ട കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ബുധനാഴ്ചത്തേക്ക് മാറ്റി. ബന്ധത്തിന്റെ തുടക്കത്തിൽ യുവതിയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും പിന്നീട് ബന്ധം വഷളാവുകയായിരുന്നുവെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നടന്ന ലൈംഗിക ബന്ധം ബലാത്സംഗമാകുമോ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ചോദ്യം.